ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. കുറേ ആയിട്ടോ ലോങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നുള്ളത്. ഫുള്ളായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ ക്ലിപ്സ് തന്നെ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ. ഉച്ചയ്ക്ക് മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നപ്പോൾ കൂടെ ഞാനും കിടന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഞാനും അങ്ങനെ ഉറങ്ങിപ്പോയിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നതാണ്. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഒന്ന് വന്നിരുന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പം സമയം ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെയിലൊക്കെ ഇങ്ങനെ പോയി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ രാവിലെ വാഷ് ചെയ്തിട്ട് കുറച്ച് ക്ലോത്ത്സൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മോൻ എണീറ്റ് വന്നിട്ട് ഇതാ കളിക്കുന്നുണ്ട് കേട്ടോ മുറ്റത്ത് ഇരുന്നിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവൻ അവിടെ ഇരുന്ന് കളിച്ചോട്ടെ വിചാരിച്ചിട്ട് ഞാനും അവൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും വെയിലൊക്കെ ഒന്ന് പോയി തുടങ്ങിയപ്പോഴത്തേനും ഞാൻ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം ഒന്നും വാഷ് ചെയ്യാനുണ്ടായിരുന്നില്ല, കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്നൊന്ന് പുറത്തേക്ക് പോകാനുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5:30 ആകുമ്പോഴേക്കും ഡോക്ടർക്ക് ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ കാണിക്കാനുണ്ട്. പിന്നെ എനിക്ക് വേറൊരു സ്ഥലത്തേക്കും കൂടെ പോകാനുണ്ടായിരുന്നു കേട്ടോ. അത് എങ്ങോട്ടാന്നുള്ളത് ഞാൻ പറയാതെ. പിന്നെ എൻ്റെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഷംന എന്നാണ്. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേജ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാതെ. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് മാറ്റുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മൂക്കുത്തി താഴെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ മൂക്ക് കുത്തിയിട്ട് ഒരു 1.5 മാസത്തോളം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുള്ളായിട്ട് ഹീലായിട്ടുണ്ട്. അപ്പോൾ ഞാനത് അതിൻ്റെ ഉള്ളിലത്തെ സ്റ്റഡ് ഞാൻ ഊരി മാറ്റിയിട്ട് ഞാൻ ജസ്റ്റ് അത് മാത്രമായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഊരി പോവുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെ പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു പോയിട്ടാണ്. അപ്പോൾ വൈകുന്നേരം ആയാലും ഒരു ചായ മസ്റ്റാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഷെയ്ക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇക്ക വരുമ്പോൾ പൊരിച്ച കടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ല എനിക്ക് പോകാനുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറുതായിട്ടൊരു സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യണം. വല്ലാണ്ടോ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസറും പിന്നെ വെയിലായതുകൊണ്ട് തന്നെ സൺസ്ക്രീനും പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കും അത്ര ഇടണുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യണ സമയം കൊണ്ട് ഓനിതാ എൻ്റെ മോൻ അടുത്ത് വന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് ബോക്സും എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ എനിക്ക് അറിയാം കേട്ടോ അത് എന്തിനുള്ളതാണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. കാരണം കുട്ടി എപ്പോഴും കാണുന്നതല്ലേ ഞാനിങ്ങനെ സ്കിൻ കെയർ ചെയ്യണം. പിന്നെ അതുപോലെ എൻ്റെ ഓരോ മേക്കപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ അപ്പോൾ ഇങ്ങനെ പറയും മേക്കപ്പ് എന്നൊക്കെ ഇങ്ങനെ പറയും ചെറുതായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഓനും എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്ക് ഞാൻ ഇടണതിൽ കാണിക്കണില്ല. അപ്പോൾ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ റെഡി ആയിട്ട് നേരെ പോവാൻ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേറൊരു സ്ഥലത്തേക്കും കൂടി പോകണം എന്നുള്ളത്. അതിതാ ഈ ഒരു ജ്വല്ലറിക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മൂക്കുത്തി താഴെ വീണിട്ടുണ്ടായിരുന്നു എന്നുള്ള. അപ്പോൾ എനിക്കൊരു മൂക്കുത്തി എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് എനിക്കൊരു മൂക്കുത്തി എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോഴാണ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതാ മൂക്കുത്തിയുടെ കളക്ഷൻസൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നേരെ ഡോക്ടറുടെ അടുത്തേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ടോക്കൺ നമ്പർ 6 കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഡോക്ടർ വന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ വരുന്ന വരവിൽ ഞങ്ങൾ ഷവർമ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം വരെ ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഷവർമയും പിന്നെ ഞാനൊരു ലൈമും പിന്നെ ഒരു മുന്തിരി ജ്യൂസ് ആയിരുന്നു കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അത് അലാൻക്കും കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി.